ലോകരാജ്യങ്ങളിലെ പ്രശസ്ത നാടകങ്ങളുടെ അവതരണത്തോടെ 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് സമാപനമായി. കേരള സംഗീത നാടക അക്കാദമിയിൽ നടന്ന സമാപന സമ്മേളനം തിയേറ്റർ സംവിധായിക അനാമിക ഹക്സർ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം 22 നാടകങ്ങളുടെ അവതരണമാണ് ഇറ്റ്ഫോക്കിൽ നടന്നത്. ഏറെ പ്രശംസകൾ ഏറ്റുവാങ്ങിയാണ് ഇത്തവണത്തെ അന്താരാഷ്ട്ര നാടകോത്സവം സമാപിച്ചത്. 8 ദിവസം നീണ്ടുനിന്ന നാടകോത്സവത്തിൽ ലോകരാജ്യങ്ങളിൽ ശ്രദ്ധേയമായതും ചർച്ചകളായതുമായ നാടകങ്ങളാണ് അരങ്ങേറിയത്. 5 മലയാള നാടകങ്ങൾ ഉൾപ്പെടെ 22 നാടകങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇത്തവണത്തെ ഇറ്റ്ഫോക്ക്. നാടകോത്സവത്തിന്റെ സമാപനം സംവിധായിക അനാമിക ഹക്സർ ഉദ്ഘാടനം ചെയ്തു. I hope ITFOK continues to ignite cultural resistance to reach the marginalized people through theatre, to build training spaces, to bring the youth into the center of the movement. Many dreams have been spoken. Money must not silence these dreams. We appeal to the government to support in other ways this festival so better spaces can be made for the performances. Our wonderful audiences can be accommodated more and more. ഈ നിശബ്ദതയിലെ ശബ്ദം എന്നതായിരുന്നു 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ പ്രമേയം. വിവിധ രാജ്യങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നുമായി നിരവധി നാടകപ്രേമികളും കലാപ്രതിഭകളുമാണ് തൃശ്ശൂരിലേക്കെത്തിയത്. നാടകാവതരണത്തിന് പുറമെ പ്രദർശനങ്ങളും ചൂടേറെ രാഷ്ട്രീയ ചർച്ചകളും നടന്നു. രാഷ്ട്രീയം, സാമൂഹിക വിഷയങ്ങൾ, വംശഹത്യ തുടങ്ങിയ പ്രമേയങ്ങളിൽ അരങ്ങേറിയ നാടകങ്ങൾ നാടകോത്സവത്തിന് മാറ്റുകൂട്ടി. കൈരളി ന്യൂസ്, തൃശ്ശൂർ.